നെല്ലു സംഭരണ വില ലഭിക്കാതായതോടെ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി പാലക്കാട്ടെ നെൽകർഷകർ. നടിയിൽ നടത്താൻ പണമില്ലാത്തതിനാൽ വിരിപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികളാണ് നശിപ്പിച്ചത്. ചാലിശ്ശേരിയിലാണ് സംഭവം. കൊയ്ത്ത് കഴിഞ്ഞിട്ട് മാസങ്ങളായി, സംഭരിച്ച നെല്ലിന് ഇപ്പോഴും പണം കിട്ടിയിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തെ കർഷകരുടെ പ്രതിഷേധം. ഇരു പാടശേഖരങ്ങളിലുമായി 20 ഏക്കറോളം കൃഷിയിടത്തിൽ വിരിപ്പ് കൃഷി ചെയ്യുന്നതിനു വേണ്ടി തയ്യാറാക്കിയ ഞാറ്റടികളാണ് പറിച്ചു നടാൻ പണമില്ലാത്തതിനാൽ വിഷം തളിച്ച് നശിപ്പിച്ചത്. വായ്പയെടുത്തും സ്വർണം പണയം വെച്ചും ഇറക്കിയ കൃഷിയിൽ നിന്ന് നെല്ല് സംഭരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ കർഷകർക്ക് പണം മാത്രം കിട്ടിയില്ല. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കിലോയ്ക്ക് 42 രൂപ നിരക്കിൽ വിത്ത് വാങ്ങി തയ്യാറാക്കിയ ഞാറ്റടികളാണ് നശിപ്പിച്ചത്. നെല്ല് സംഭരിച്ചിട്ടും പണം ലഭിക്കാത്തതിനാൽ വിരിപ്പ് കൃഷി ഉപേക്ഷിക്കുന്നതിനൊപ്പം വരും വർഷങ്ങളിൽ മുണ്ടകൻ കൃഷി വേണ്ടെന്ന് വെക്കാനാണ് കർഷകരുടെ തീരുമാനം. ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി അതുപോലെ കോതമംഗലം അങ്ങനെ 20 ഏക്കറിൽ ഉള്ള ഞാറ്റടിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ എന്താണ് അവസ്ഥ വെച്ചാൽ കഴിഞ്ഞ മുണ്ടകൻ സീസണിൽ കൊണ്ടുപോയ നെല്ലിൻ്റെ പൈസ ഇനി കിട്ടാൻ കിടക്കുക. ഇനി ഇതിപ്പോൾ നട്ട് നമുക്കൊരു വളം ഇട്ട് വരണമെങ്കിൽ ഈ 20 ഏക്കർ കൃഷി ആക്കണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ടാവും. അപ്പോൾ ഇത് പണം എന്ന് കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല. ബാങ്കിൽ പോയിട്ടായാലും മറ്റുള്ള ഉദ്യോഗസ്ഥ സ്ഥലത്തിൽ അന്വേഷിക്കുമ്പോൾ എന്നാണ് കിട്ടുക എന്നുള്ളതിന് ഒരു ഉറപ്പ്. ഇതിപ്പോൾ എനിക്ക് 22 ദിവസമായി. അപ്പോൾ നടാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലായതുകൊണ്ട് നമ്മൾ ഈ കൃഷി ഉപേക്ഷിക്കുകയാണ്. ഇതിപ്പോൾ ഈ വരമ്പിനടിക്കാൻ വെച്ചിട്ടുള്ള വാങ്ങിയിട്ടുള്ള കളനാശിനി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കൃഷി നമ്മൾ ഞാറ് നശിപ്പിച്ച് കളയാണ്. അതൊരു കർഷകന്റെ ഗതികേട് കൊണ്ട് ചെയ്യണതാണ്. നെല്ല് സംഭരിച്ച വകയിൽ ലക്ഷങ്ങളാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. കൃഷിഭൂമി തരിശിടാതെ കൃഷി ഇറക്കണമെന്ന് സർക്കാർ പറയുമ്പോഴും കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭവും കാരണം കഴിഞ്ഞ മുണ്ടകൻ കൃഷി പ്രതിസന്ധിയിലായിരുന്നു. മേഖലയിൽ വളരെ കുറച്ച് കർഷകർ മാത്രമേ ഇപ്പോൾ വിരിപ്പ് കൃഷി ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ട സംവിധാനങ്ങൾ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ നെൽകൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത്.